ഹായ് എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് നല്ലൊരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ക്യാരറ്റ് കേക്കുകൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് പാൻ റെഡിയാക്കി വെക്കണം. ഞാനൊരു 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ബട്ടറും മൈദയൊക്കെ തേച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം പിന്നെ താഴെ ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. ഒത്തിരി വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേക്ക് പാൻ എങ്ങനെയാണ് ഗ്രീസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത് കേട്ടോ. ആദ്യം നന്നായിട്ട് ബട്ടർ തേക്കുക, പിന്നെ താഴെ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്യുക, ഒരു ബട്ടർ പേപ്പറും വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് 8 ഇഞ്ചിൻ്റെ പാനാണ്, ഇത് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കേക്കിലൊക്കെ ഇടുമ്പോൾ ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. നൈസായിട്ട് തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് 1.5 കപ്പ് ക്യാരറ്റ് ഉണ്ടാവണം. ഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ 1.5 കപ്പ് ഉണ്ടാവണം. ക്യാരറ്റിൻ്റെ സൈസ് പോലെ 2 അല്ലെങ്കിൽ 3 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ 1.5 കപ്പ് ഉണ്ടാവും. ഇനി ഒരു ബൗളിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ചേർത്ത ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും നന്നായിട്ട് മൈദയിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവുന്നതിന് വേണ്ടി മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയുള്ള ഒരു ചെറിയ കഷ്ണം മതി, കൂടിപ്പോവണ്ട, അതിട്ട് കൊടുക്കാം. 2 ഏലക്ക, 3-4 ഗ്രാമ്പു. ഈ സ്പൈസസിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ. ഗ്രാമ്പു ഒക്കെ 2 എണ്ണമൊക്കെ ചേർത്താലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാരയും ഈ സ്പൈസസും കൂടി ഇതുപോലെ നല്ലതായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ബൗളിൽ 2 മുട്ട എടുക്കുക. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറ്റണം. ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ പൊടിച്ച് വെച്ച ആ സ്പൈസ് പൗഡർ ഇട്ട് കൊടുക്കാം. ഏലക്ക, ഗ്രാമ്പൂ, പട്ട എല്ലാം കൂടെ പൊടിച്ചെടുത്തില്ല, അതിടാം. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്. 1/4 കപ്പ് പഞ്ചസാര അളന്നതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ഗ്രാമിലുള്ള അളവ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു ബീറ്ററാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അത് വേണമെന്ന് നിർബന്ധമില്ല. ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഈ പഞ്ചസാരയും മുട്ടയും കൂടി നല്ലൊരു ക്രീം പോലെ ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. കണ്ടോ, ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വരണം. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിനകത്തോട്ട് 1/2 കപ്പ് എണ്ണ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിലോ കനോല ഓയിലോ അങ്ങനെ ഏത് വേണേലും എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ നല്ലെണ്ണ, അങ്ങനെ ഒത്തിരി ഫ്ലേവർ തോന്നുന്ന എണ്ണകളല്ലാതെ വേറെ ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് വിസ്ക് വെച്ച് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മൈദ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ചേർക്കരുത്, ഒരു സമയം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യാം. പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ആ മാവ് ജസ്റ്റ് അതിനകത്തൊന്ന് മിക്സ് ആയാൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കാം. മാവെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസും ഒഴിച്ചു കൊടുക്കാം. ഈ ഓറഞ്ചിൻ്റെ തൊലി ചുരണ്ടിയതും ഓറഞ്ച് ജ്യൂസും ചേർക്കുമ്പോൾ ക്യാരറ്റ് കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടും, ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അത് ചേർക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്കത് കഴിക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ക്യാരറ്റ് കേക്കിൽ ഈ നട്ട്സ്, റേസിൻസ് ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഉണക്കമുന്തിരിങ്ങ ഒന്നും ചേർക്കാറില്ല. കുട്ടികൾക്കത് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് താല്പര്യം പോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ബദാമോ ഉണക്കമുന്തിരിങ്ങയോ ഇനി ട്യൂട്ടി ഫ്രൂട്ടി വേണമെങ്കിലും ചേർക്കാം, നല്ലതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി.
അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാണ്. ഇത് നമുക്ക് ആദ്യം റെഡിയാക്കി വെച്ച പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ 2-3 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തുള്ള എയർ ബബിൾസ് പോകാനായിട്ടാണ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്കിനി ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. ഞാനിന്നൊരു പാനിലാണിത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാൻ നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒരു പാൻ എടുക്കുക, അതിനകത്തോട്ട് ഇതുപോലൊരു സ്റ്റീൽ റിങ്ങോ പ്ലേറ്റോ എന്തെങ്കിലും വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഈ ചൂടായി കിടക്കുന്ന പാനിലോട്ട് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇതിനി ഒരു ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലിട്ട് തീ കുറച്ചിട്ടിട്ട് 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്യണം. ചിലപ്പോൾ ഒരു 5 മിനിറ്റും കൂടി കൂടുതൽ എടുത്തെന്നിരിക്കും. ആദ്യം ഒരു 35 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കണം. ആയിട്ടില്ലെങ്കിൽ 5-10 മിനിറ്റ് കൂടുതൽ വെച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമുക്കിത് അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. എനിക്കിത് 45 മിനിറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഇതിനെ സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പാനിൽ നിന്ന് മാറ്റാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. താഴെയൊക്കെ ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റാണ്. ഈ കേക്കിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം, ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും കേട്ടോ. ഒത്തിരിയല്ല, കണ്ടോ ഇതുപോലൊരു എണ്ണമയം പോലെ ഉണ്ടാവും. ഞാനതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല, ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് കഴിക്കുമ്പം അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് അറിയാനേ പറ്റില്ല. കാരണം കേക്ക് അത്ര ടേസ്റ്റിയാണ്, അത്രയ്ക്ക് ഉള്ളിലൊക്കെ അത്രയ്ക്ക് സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കത് തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ലെയർ മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ചെറിയ ലെയർ എന്ന് പറയുമ്പം ഒരു പേപ്പറിൻ്റെ കനത്തിന് അത്ര ചെറിയൊരു ലെയർ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷേ ശരിക്കും അതിൻ്റെ ആവശ്യമില്ല, ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. പിന്നെ ഞാൻ എടുത്തു പറഞ്ഞത്, ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഒത്തിരി പേരെന്തായാലും ഇതുപോലെ ഡൗട്ട് ചോദിക്കും, മുകളിൽ ഒട്ടുന്നുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ക്ലിയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഈ കേക്ക് നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ കേട്ടോ. ചെറിയ ചൂടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത ആ സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ മുട്ട, ബേക്കിംഗ് സോഡ, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നല്ലതായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക. ഇങ്ങനെയുള്ള കേക്കുകൾ, ക്യാരറ്റ് കേക്ക്, പ്ലം കേക്കൊക്കെ അടുത്ത ദിവസമാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ കുറച്ച് സമയം വെച്ചിരുന്നിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് 1-2 ദിവസമൊക്കെ പുറത്തിരിക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് റെഡിയാണ്. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഐസിങ് ഒന്നും വേണ്ട, ഇതുപോലെ വെറുതെ കഴിക്കാനാണ് ടേസ്റ്റ്. ചായയുടെ കൂടെയൊക്കെ എത്ര വേണേലും കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് കാണാം. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.